ജനങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിന് നമുക്ക് നമ്മളെക്കുറിച്ചൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. സെൽഫ് റെസ്പെക്റ്റ് നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് തരുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എത്തുന്നതും ഈ സംസാരിക്കുന്നതും ഒക്കെ കലാഭവന് വേണ്ടിയാണ്. 1981 കാലഘട്ടങ്ങളിലാണ് എത്തിയെങ്കിൽ പോലും ഈ മിമിക്സ് പരേഡിൻ്റെ ആണെങ്കിലും എൻ്റെ പിന്നണിയിലും അതേപോലെ അച്ഛൻ്റെ വിദേശയാത്രകൾ വരുമ്പോഴും ഇവിടെ പ്രോഗ്രാം വരുമ്പോഴൊക്കെ എന്നെയാണ് പല കാര്യങ്ങളും അച്ഛൻ ഏൽപ്പിച്ചിരുന്നത്. കലാഭവൻ റഹ്മാനായിരുന്നു ട്രൂപ്പിൻ്റെ ലീഡർ. അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഒരു വക്താവാണ്. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ അച്ഛൻ ഞാനുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും. പിന്നീട് ഇത് പലരും ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ എല്ലാവരും മറ്റ് മേഖലയിലോട്ട് പോകുമ്പോൾ കലാഭവൻ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വളരെയധികം ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ താല്പര്യം. ഞാൻ ഇതിനകത്ത് വളരെയധികം ഹാപ്പിയാണ്. കാരണം മറ്റ് പലരും ചെയ്യാത്തൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളെ ഇവിടെ അറിയാവുന്ന ഒരു 10-20 താരങ്ങളെയാണ് ജനങ്ങൾക്ക് അറിയാവുന്നത്. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നവരൊക്കെ കല അഭ്യസിച്ചാണ് പോകുന്നത്. അറിയപ്പെടാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് താരങ്ങളെ ഇറക്കി വിടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അവരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ് കലാഭവൻ.